പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? വേറെന്താ, ഇങ്ങനെയൊക്കെ സുഖം. നോവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് യെസ്, ഞങ്ങളിതാ പ്ലെയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ, നമസ്തേ, നമസ്കാരം, വന്ദനം. എല്ലാവർക്കും പിന്നെ വേറെ എന്തെങ്കിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഗ്യാപ്പ് എന്തുകൊണ്ടായിരുന്നു എന്ന് പലരും ചോദിച്ചു. ആരും ചോദിച്ചില്ല, എന്നാലും നിങ്ങൾ ചോദിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു. ഞാനൊരു ഫാമിലിയിലൊരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ഒരു മാസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ വേറൊരു ട്രിപ്പിലേക്ക് പോകുന്നത് കൊണ്ട് വി തോട്ട് ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഷോ യു ഓർ ലെറ്റ് യു നോ മോർ അബൌട്ട് അവർ ട്രിപ്പ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അഞ്ജു നമുക്ക് പറഞ്ഞു തന്നിരിക്കും. നമ്മൾ ലണ്ടനിലോട്ടാണ് പോണത്. വാവ്. നമ്മൾ UK-ലോട്ടൊരു ചെറിയൊരു ട്രിപ്പിന് പോവാണ്. രാം ഇസ് എ ബിഗ് സോക്കർ ഫാൻ. അപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തവണ ലിവർപൂൾ ടൈറ്റിൽ എടുത്തല്ലോ റീസെൻ്റ്ലി. അപ്പോൾ അതിൻ്റെ പരേഡ് 26 നടക്കുന്നുണ്ട് ലണ്ടനിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇംപ്രോംപ്റ്റു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വിചാരിച്ചു എന്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ കണ്ട് നമ്മുടെ ടൈറ്റിൽ പരേഡ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലണ്ടനിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ലണ്ടനിലും കൂടി പോയി ഒന്ന് കവർ ചെയ്ത് സിറ്റിയൊക്കെ ഒന്ന് കണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ടൊറൻറ്റോ വേഴ്സസ് ലണ്ടൻ വിലയിരുത്താം എന്നും കൂടി വിചാരിച്ചു. ബാക്കി അപ്ഡേറ്റ്സ് അഞ്ജു തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തിട്ട് നിങ്ങളെ അവിടുന്ന് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. യെസ്, ലണ്ടൻ അപ്ഡേറ്റ്സ്. സീ യു ഇൻ ലണ്ടൻ. ബൈ ബൈ. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കനേഡിയൻ പാസ്പോർട്ട് ആയതുകൊണ്ട് ഒരു കിയോസ്ക് ഉണ്ടായിരുന്നു. അതിൽ പാസ്പോർട്ട് കാണിക്കുക, അത് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ കയറ്റി വിട്ടു. ദാറ്റ്സ് ഇറ്റ്. ഇനിതാ നേരെ പോയി ലഗേജ് കളക്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ കുറേ ലണ്ടനെ കുറിച്ച് നെഗറ്റിവിറ്റിയൊക്കെ കണ്ടിട്ടാണ് പോയത്. കുറേ ആ ജഡ്ജ്മെൻറ്റോടെയാണ് പോയതെങ്കിലും ലണ്ടൻ എയർപോർട്ട് ലുക്ക്ഡ് വെരി ക്ലീൻ, മാസീവ് ആൻഡ് വെരി വെൽ മെയിൻറ്റെയിൻഡ്. നമ്മുടെ പ്രതീക്ഷകളിൽ അതിജീവിച്ച ഒരു എയർപോർട്ടായിരുന്നു ലണ്ടൻ നമ്മൾ ലാൻഡ് ചെയ്ത മുതൽ. നമ്മൾ കാർ റെൻ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ റെൻ്റലിൽ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ എൻ്റർപ്രൈസിനുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത് കുറച്ച് ആദ്യം വിചാരിച്ചു വാക്കബിളായിരിക്കും, പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് നടക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ലഗേജും കൂടെ നടക്കേണ്ടി വരും. എവറി 2-3 മിനിറ്റ്സിൽ കാർ റെൻ്റൽസിൻ്റെ ബസ്സോ ക്യാബോ എന്തെങ്കിലും അവർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും പിക്കപ്പ് ചെയ്യാൻ ആൾക്കാരെ. കാർ റെൻ്റലിൻ്റെ പിക്കപ്പ് സർവീസ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കത് വളരെ സുഖമായി തോന്നി. ആൻഡ് നേരെ നമ്മൾ പോയി കാറ് പിക്ക് ചെയ്ത് കാറും എടുത്ത് നേരെ ലണ്ടനിലെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. നെക്സ്റ്റ് മോർണിംഗ് നമുക്ക് ലിവർപൂളിലേക്ക് ട്രിപ്പ് ആയതുകൊണ്ട് നേരെ പോയി ഹോട്ടലിൽ പോയി ക്രാഷായി ക്ഷീണത്തോടെ.
Good morning, everyone. ഗുഡ് മോർണിംഗ് ടീച്ചർ. Okay. Hi, everyone. ഹലോ. അപ്പൊ നമ്മളിപ്പോ on our way to Liverpool ആണ് for the victory parade. ഈ സിറ്റി ഫുള്ള് ആളുകൾ ഫാൻസ് വെച്ച് ഫ്ലഡഡ് ആയിരിക്കുന്നത്. നല്ലൊരു ആവേശകരമായ ഒരു ദിനമായിരിക്കും എന്നാണ് പ്രതീക്ഷ. ആദ്യം നമ്മുടെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാനാണ് പ്ലാൻ. ലണ്ടൻ ടു ലിവർപൂൾ ഏകദേശം 4 hours ഡ്രൈവ് ഉണ്ട്. ലിവർപൂൾ UK-യുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ഓവേഴ്സ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന റോഡ് ഷെഫാണ് അവിടുത്തെ മെയിൻ സ്റ്റോപ്പ് ഓവർ പ്ലേസസ് വിത്ത് റെസ്റ്റോറൻറ്റ്സ്, സ്റ്റോഴ്സ് ഒക്കെ. അപ്പോൾ ലിവർപൂളിലേക്ക് പോകുന്ന റൂട്ടായതുകൊണ്ട് കുറേ ലിവർപൂൾ ഫാൻസിനെ നമ്മൾ ഓൾറെഡി കണ്ടു തുടങ്ങിയിരുന്നു. ലിവർപൂളിന്റെ അടുത്ത് നമ്മൾ ഇന്നലെ ഫുൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും നമ്മൾ വളരെ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയതുകൊണ്ട് ലിവർപൂളിലെ സിറ്റിയിൽ ഫുൾ സ്റ്റേസ് മൊത്തം ബുക്ക്ഡ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഒരു നീങ്ങി ഒരു 30 minutes ദൂരെ വാറിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 3.5 hours ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ വാറിംഗ്ടൺ എത്തി. നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറിയൊരു സിറ്റി വാറിംഗ്ടൺ. നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ഒരു 30 minutes ഡിസ്റ്റൻസ് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ലിവർപൂൾ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ പിടിക്കാനുണ്ടായത്. ഈ കാണുന്ന ട്രെയിൻ പോകുന്നത് മാഞ്ചസ്റ്ററിലേക്കാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ട്രെയിനാണ് നമ്മൾ ലിവർപൂളിലേക്ക് എടുക്കുന്നത്. ആവേശങ്ങളൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു ലോക്കൽ പബ്ബിൽ. ഈ കാണുമ്പോൾ അറിയാം അവിടുത്തെ എത്ര ബിയർ ഗ്ലാസ്സുകൾ അന്ന് തീർന്നെന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ ലിവർപൂളിൻ്റെ ഹൃദയത്ത് വന്നിട്ട് നമ്മൾ 2 ചിയേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞങ്ങളിവിടെ ഫൈനലി എത്തിയിരിക്കുന്നു. പബ്ബിൽ തന്നെ നേരെ കുറച്ച് ലിവർപൂൾ ഫാൻസിനെയും കണ്ട് അവരിതൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നമ്മൾ കാനഡയിൽ നിന്ന് പറന്ന് ഇവിടം വരെ എത്തിയല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ നമ്മൾ ലീഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനിലേക്ക് പോയി. അതിൻ്റെ ഇപ്പോൾ ഈ എൻറ്റയർ സിറ്റിയിലൂടെ അവിടുത്തെ പരേഡ് നടക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും പോയിൻ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ളൊരു പോയിന്റിൽ പോയി ഇങ്ങനെ നിന്നു. അപ്പോൾ ആ ജംഗ്ഷനിലൂടെ കുറച്ച് നേരത്തിൽ നമ്മുടെ ലിവർപൂൾ പ്ലെയേഴ്സിൻ്റെ ബസ് വരുന്നതായിരിക്കും. അതിൻ്റെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. Please help us help you and clear the parade route. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ ടീം പ്ലെയേഴ്സിൻ്റെ ബസ്സെത്തി, കയ്യിൽ ട്രോഫിയുമായി. നമ്മൾ ഇത്രയും കാലം ടി വിയിലൂടെ മാത്രം കണ്ട് വളർന്ന് കളികൾ ആസ്വദിച്ച് എല്ലാ പ്ലെയേഴ്സിനെയും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. നമ്മുടെ വാൻ ഡൈക്കണ്ണനും മെക്കലിസ്റ്ററും സാലയും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ബസ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ബസ് കടന്നു പോയിട്ടും സിറ്റിയിലെ എല്ലാവരും ബസ്സിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ നടന്നു ഹാർബർ ഫ്രണ്ടിലേക്ക്. അവിടെ പോയി അവിടെ കുറച്ച് ഫയർ വർക്ക്സും എല്ലാം കണ്ട് ഓരോരുത്തർ ഓരോ ദിശയിലേക്ക് പിരിഞ്ഞു. പിന്നെ രാത്രി വരെ സിറ്റിയിൽ ആഘോഷം, പബ്ബുകളെല്ലാം ഫുൾ.
എല്ലാം കഴിഞ്ഞ് ഞങ്ങളും ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വാറിങ്ടണിൽ നമ്മുടെ സ്റ്റേയിലേക്ക് ട്രെയിൻ പിടിക്കാനായി പയ്യെ നടന്നു. വളരെ മെമ്മറബിളായിട്ടുള്ളൊരു ദിവസമായിരുന്നത്. അടുത്ത ദിവസം നമ്മൾ തിരിച്ച് സിറ്റിയിലേക്ക് വന്നിട്ട് ആൻഫീൽഡ് സ്റ്റേഡിയമും ലിവർപൂൾ സിറ്റിയും കാണാനുള്ള പരിപാടിയിലാണ്. Would you like to have some English breakfast? രണ്ടു ദിവസം ആയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും UK ആക്സെൻറ്റിൽ സംസാരിച്ച് തുടങ്ങിയിരുന്നു. വെറുതെ ഒരു രസം, ഒരു സുഖം. നല്ല രസമുണ്ട്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ സിറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയുള്ള പോസ്റ്ററുകൾ എല്ലാ വീടുകളുടെ മുന്നിൽ കാണു തുടങ്ങിയത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ സിറ്റി എത്രമാത്രം ഫുട്ബോളിനെ ആരാധിക്കുന്നുവെന്ന്. ഒരു ലിവർപൂൾ ഫാൻ എന്നെനിക്ക് സന്തോഷവും ആരാധനയും തോന്നിയ നിമിഷങ്ങളാണിത്. വർഷങ്ങളായി കാത്തിരുന്ന ആ ഒരു നിമിഷം, ആൻഫീൽഡ് ലിവർപൂളിൻ്റെ സ്റ്റേഡിയം കാണണമെന്ന്. അങ്ങനെ അതിനു മുന്നിൽ നമ്മളെത്തി. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നെ ലിവർപൂളിൻ്റെ സ്ഥിരമുള്ള കാലാവസ്ഥയും കൂടിയാണ് കേട്ടോ. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് മറ്റ് ആരാധകരുടെ കൂടെ ലിവർപൂൾ സ്റ്റേഡിയമിൻ്റെ ചുറ്റും കറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായതിനാൽ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ അത് നമ്മൾ വീണ്ടും ഒരിക്കൽ വരുന്നതായിരിക്കും ലിവർപൂളിൻ്റെ ഒരു കളി ഇവിടെ കാണാൻ. ഓവറോൾ മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ ഞങ്ങൾ ലിവർപൂൾ വിടുകയായി. നേരെ അടുത്തത് ലണ്ടനിലേക്ക്, ലണ്ടൻ സിറ്റി കാണാൻ. അതിന് കാത്തിരിക്കുക നമ്മുടെ പാർട്ട് 2 വ്ളോഗിന് വേണ്ടി.